എൻ്റെ പേര് മഞ്ജു. ഞാൻ മഞ്ഞുമൽ അമലോത്ഭവമാത ഇടവാംഗമാണ്. ഞാൻ 2020 മാർച്ചിലാണ് ഉടമ്പടി എടുത്തത്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പുറത്തിറങ്ങിയതിന് ശേഷം എനിക്ക് ആദ്യം കിട്ടിയ അനുഭവം എന്ന് പറയുന്നത്, എൻ്റെ തല അത്ര ചൂടോടുകൂടി അത്രയും ടെൻഷനോടുകൂടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ തലയിൽ തണുത്ത വെള്ളം കമഴ്ത്തി ഒഴുകിയ ഒരു പ്രതീതിയായിരുന്നു. അതിനുശേഷം ഒരുപാട് ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നതൊക്കെ എനിക്ക് കുറഞ്ഞു കിട്ടി. 2020 മാർച്ച് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നെ എനിക്ക് ഇവിടെ കൊറോണ ആയതുകൊണ്ട് പിന്നീട് എനിക്ക് വരാൻ പറ്റിയില്ല. പിന്നെ ഏപ്രിൽ ആയപ്പോഴത്തേനും ഒരാവശ്യത്തിന് പോയി തിരിച്ചു വരുന്ന വഴിയിൽ ഞാനും എൻ്റെ ഈ കുഞ്ഞും ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ സ്റ്റെപ്പ് കണ്ടില്ല. ഞാൻ താഴേക്ക് ഇറങ്ങുമ്പോൾ കൈ വിട്ട് സ്റ്റെപ്പിൽ നിന്ന് താഴെ വീണിട്ട് തല ബസ്സിനകത്തും ശരീരം മൊത്തം ബസ്സിൻ്റെ സ്റ്റെപ്പേലും കാല് താഴെ റോഡേലും കുത്തിയിരിക്കുകയാണ്. എൻ്റെ കയ്യിൽ ഈ കുഞ്ഞിനന്ന് 2.5 വയസ്സാണ്. അവളെ ഞാൻ മുറുകെ പിടിച്ചിട്ടുണ്ട്. മറുകൈ ബസ്സിൻ്റെ അകത്തുനിന്ന് ഞാൻ വിട്ടിട്ടില്ല. ആ കയ്യിൽ എൻ്റെ കാശ് രൂപം ഉണ്ടായിരുന്നു പേഴ്സിൽ. ഒരു പോറൽ പോലും ഏൽക്കാതെ ഞാൻ ഈ കുഞ്ഞിനെ രക്ഷപ്പെടുകയായിരുന്നു. അതിനുശേഷം ഞാൻ 2022 കൊറോണയ്ക്ക് ശേഷം ഡിസംബറിലാണ് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കാൻ വന്നത്. അതിന് കാരണം എനിക്കെപ്പോഴും ചെവിക്ക് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു, പിന്നെ തലവേദനയും ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൂടി വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചപ്പോൾ അത് ഇൻഫെക്ഷൻ ആയിട്ടിരിക്കണേണെന്ന് പറഞ്ഞ് ഒരു പ്രശസ്തമായ ഹോസ്പിറ്റലിലായിരുന്നു. മരുന്നൊക്കെ തന്ന് മരുന്നൊഴിച്ച് കഴിഞ്ഞ് ചെവിയിൽ നിന്ന് വെള്ളം ഒഴുകാൻ തുടങ്ങി. പിന്നെ ആ മരുന്ന് എനിക്ക് ഭയങ്കര ഡോസ് കൂടിയതായതുകൊണ്ട് രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരമാണ് പിന്നെ എണീക്കാൻ പറ്റണത്. അങ്ങനെ 2-3 പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോയപ്പോൾ വീണ്ടും ചെവി ക്ലീൻ ചെയ്ത് പിന്നെയും മരുന്നൊഴിച്ച് തരുമായിരുന്നു. പിന്നെയും ഈ ചെവി പൊട്ടി ഒലിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ചെവിയിൽ നിന്ന് താഴേക്ക് വെള്ളം ഒഴുകാൻ തുടങ്ങി. അപ്പോൾ അതിന് ഒരു ഓയിൽമെൻറ്റ് തന്ന് ആ ഓയിൽമെൻറ്റ് പുരട്ടിയതിന് ശേഷം ചെവി മൊത്തം തുള്ളി പോലെ വേർപ്പിറ്റ് വീണത് പോലെ ആയിരുന്നു. ചെവി മൊത്തം ചുമന്ന് കണ്ടാൽ സഹിക്കാൻ പറ്റൂലായിരുന്നു. എന്നിട്ട് ഞാൻ പിന്നെ വേറൊരു ഹോസ്പിറ്റലിൽ കാണിച്ചു കഴിഞ്ഞപ്പോൾ അവരാദ്യം തന്നെ ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് 10 ഇഞ്ചക്ഷനായിരുന്നു. ആ ഇഞ്ചക്ഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ ചെവി ചൊറിച്ചിൽ വരുമ്പോൾ കൈയൊന്ന് തൊട്ടാൽ മതി, അപ്പോഴേക്കും വീണ്ടും ചെവിയിൽ നിന്ന് വെള്ളം ഒഴുകുമായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഇഞ്ചക്ഷൻ. അങ്ങനെ 20ാമത്തെ ഇഞ്ചക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ചെവി തൊട്ട് കഴിഞ്ഞാൽ അപ്പം വെള്ളം ഒഴുകാൻ തുടങ്ങും. അങ്ങനെ വീണ്ടും 21ാമത്തെ ഇഞ്ചക്ഷൻ. അത് വീട്ടിൽ നിന്ന് തന്നെ 2 പ്രാവശ്യമായിട്ട് രാവിലെയും വൈകുന്നേരം അടുത്ത വീട്ടിലത്തെ ഒരു നേഴ്സ് വന്ന് എടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ആ ഇഞ്ചക്ഷൻ 30ാമത്തെ തീർന്നതിന് ശേഷം ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന തുള്ളിമരുന്ന് ഞാൻ വലിച്ചെറിഞ്ഞ് കളഞ്ഞു. ഞാൻ പറഞ്ഞു ഇനി ഞാൻ മരുന്ന് ഒഴിക്കൂല. അതിനുശേഷം ഞാനിവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി പുതുക്കി. അതിനുശേഷം ഇന്ന് ഈ നിമിഷം വരെ എൻ്റെ ചെവി പൊട്ടി വെള്ളമൊലിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് 2023 മെയ്യിൽ ഞാൻ വീണ്ടും 3ാമത്തെ ഉടമ്പടി പുതുക്കിയതിന് ശേഷം എൻ്റെ കല്യാണം കഴിഞ്ഞ് 18 വർഷമായി. ആ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ വർഷം എൻ്റെ ഷോൾഡറിൽ ഒരു മുള്ള് കൊണ്ടതാണ്. ആ മുള്ള് ഒരു പോലെ ഇരുന്നയച്ചതാണ്. അപ്പോൾ എപ്പോഴും എനിക്ക് ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കുമ്പോഴത്തേനും അവർ പറയും ഇപ്പം ഈ മരുന്ന് കഴിക്കണോണ്ടിട്ട് ഇപ്പം ചെയ്യേണ്ട, പിന്നീട് അതിന് മാത്രമായിട്ട് വരാൻ പറയും. പക്ഷേ അതങ്ങനെ വെച്ച് 17 വർഷത്തോളം അത് വെച്ചു. അങ്ങനെ അതൊരു പൊട്ടുപോലെയായി, ഒരു തടിപ്പായി, ഒരു മുഴയായി. അപ്പം എന്നെ കാണുന്ന എല്ലാവരും പറയുമായിരുന്നു നീ അതുകൊണ്ടുപോയി കാണിക്കുക, അത് വല്ല ക്യാൻസർ ആയിരിക്കും എന്ന് പറയും. അങ്ങനെ ഞാനത് കൊണ്ടുപോയി കാണിക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അതിനു മുന്നേ ഞാനിവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്നപ്പോഴത്തേനും ഉപ്പും തേനും ഞാനെടുത്ത് പുരട്ടിയിട്ട് മാതാവിനോട് പറഞ്ഞു ഒന്നില്ലെങ്കിൽ ഇത് പൊട്ടിപ്പോണം, അല്ലെങ്കിൽ എനിക്കിതിൻ്റെ പ്രതിവിധി കാണിച്ചു തരണം എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഒരാഴ്ച കൊണ്ട് ഭയങ്കര നീർക്കെട്ട് പോലെ വന്ന് ശ്വാസം എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. ശ്വാസം എടുക്കണമെങ്കിൽ ഈ ഷോൾഡറിൽ നിന്ന് എടുത്ത് ഞാൻ നെഞ്ചത്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് വലിച്ചിട്ടാണ് എനിക്ക് ശ്വാസം എടുക്കാനായിട്ട്. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് അത് ഞരമ്പിലോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കണേണ്, എത്രയും വേഗം അത് സർജറി ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ സർജറി ചെയ്യാനായിട്ട് ആ സമയം എമൗണ്ടൊക്കെ കൂടുതലാവും, നമ്മുടെ അതിനുള്ള ഇത് ഇല്ലാത്തത് കൊണ്ട് അത് വീണ്ടും വേണ്ടാന്ന് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് പറ്റൂല, നീ എന്തായാലും ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ സർജറി ചെയ്ത് അത് 9 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. അതിനു മുമ്പ് ഏതോ ഒരു ധ്യാനത്തിൽ അച്ഛൻ ഇവിടെ പറഞ്ഞത് എനിക്ക് കൃത്യമായി ഓർമ്മയില്ല. അച്ഛൻ പറയുന്നുണ്ടായിരുന്നു ഷോൾഡറിൽ മാംസം ചീഞ്ഞ് പഴുത്ത് ഇങ്ങനെ ഇരിക്കണ ഒരിത് മാതാവ് കാണിച്ചു തരണുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അത് ഞാനായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു ആ സർജറി ചെയ്തതിന് ശേഷം എടുത്ത പഴുപ്പല്ല ബ്ലഡല്ല ഒന്നുമല്ല, ഒരു പച്ച
പച്ച ഇതായിട്ട് മാംസം ചീഞ്ഞ പോലെ തന്നെ ഇരിക്കണ എന്തോ ഒരു ഇതായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഒരനുഭവമാണ് ഇതെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഇത് മാതാവിൻ്റെ ഈ ഉടമ്പടി തൈലത്തിലൂടെയും തേനിലൂടെയും എല്ലാം എനിക്കത് മാറിക്കിട്ടി. അതിനുശേഷം എനിക്ക് ചെറിയ ഫോണായതുകൊണ്ട് ഞാൻ ധ്യാനമൊന്നും കാണുന്നില്ലായിരുന്നു. ഇവിടെ വന്ന് 2022 പുതുക്കിയതിന് ശേഷം എനിക്ക് ഫോൺ കിട്ടിയതിന് ശേഷം ധ്യാനമൊക്കെ കൂടാൻ തുടങ്ങിയ സമയത്തും ഞാൻ എല്ലാവരുടെയും സാക്ഷ്യത്തിൽ കാശ് രൂപത്തിൻ്റെ കാര്യം എപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്. കാശ് രൂപം നഷ്ടപ്പെട്ടവർക്ക് അത് തിരിച്ചു കിട്ടിയ കാര്യം. ആ സമയത്താണ് ഞാൻ എൻ്റെ കാശ് രൂപത്തിനെ കുറിച്ച് ഞാൻ ചിന്തിക്കണത്. ഞാൻ എപ്പോഴും കാശ് രൂപം പേഴ്സിലിട്ടുകൊണ്ടാണ് നടന്നുകൊണ്ടിരുന്നത് വെച്ചത്. അപ്പോഴേക്കും എൻ്റെ കാശ് രൂപം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 2-3 വർഷത്തോളമായി. 2020 എടുത്തിട്ട് എനിക്ക് 2023 ഞാനത് ആ ധ്യാനത്തിലൂടെ കേൾക്കുമ്പോൾ അതെനിക്ക് വേണമെന്ന് ഞാൻ ആഗ്രഹിച്ച്, തീവ്രമായി ഞാൻ ആഗ്രഹിച്ച്, എനിക്കിത് കിട്ടിയേ പറ്റുള്ളൂ എന്ന്. അങ്ങനെ ഞാനൊരു ദിവസം, ഞങ്ങൾ 16 വർഷമായിട്ട് വാടകയ്ക്ക് താമസിക്കണം. ഞങ്ങൾ പഴയ വീടിൻ്റെ അടുത്തേക്ക് എനിക്ക് ഒരാവശ്യത്തിന് പോവേണ്ടതുകൊണ്ട് അവിടെ അന്ന് ഞാൻ വിചാരിച്ചിരുന്നു ഞാൻ ജോലിക്കൊന്നും പോകണില്ല, എനിക്ക് ധ്യാനം കൂടണം, എന്തായാലും ധ്യാനം കൂടണം, ലീവ് എടുത്ത് ഞാൻ ധ്യാനം കൂടാൻ നിൽക്കും. അങ്ങനെ പോയി തിരിച്ചു വന്ന വഴിയിൽ റോട്ടിൽ കിടന്ന് എനിക്ക് ആ കാശ് രൂപം തിരിച്ചു കിട്ടി. അപ്പം ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവ് എന്നോട് പറഞ്ഞത്, ലോകത്തിൽ എത്രയോ പേര് ഉടമ്പടി എടുത്തിട്ടുണ്ട്, ആരുടെയെങ്കിലും കാശ് രൂപം ആയിരിക്കും അതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ കാശ് രൂപത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്, ആ കാശ് രൂപമാണ് മാതാവ് എൻ്റെ കയ്യിൽ തന്നേക്കണതെന്ന് പറഞ്ഞു. അതിനുശേഷം പ്രാർത്ഥനയിലൊക്കെ ഭയങ്കര കുറവുണ്ടായിരുന്നത് അതെല്ലാം മാറിക്കിട്ടി. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പുതുക്കിയതിന് ശേഷം എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകാൻ തുടങ്ങി. എൻ്റെ മക്കളും ഇപ്പം എൻ്റെ കൂടെ പള്ളിയിൽ വരാൻ തുടങ്ങി. അങ്ങനെ ഒത്തിരി മാറ്റങ്ങളുണ്ടായി. പിന്നെ കാരുണ്യ പ്രവൃത്തികളായിട്ട് എന്നെക്കൊണ്ടാവുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ, അത് പൈസയായിട്ടാണെങ്കിലും ഭക്ഷണമായിട്ടാണെങ്കിലും എല്ലാം ഞാൻ കൊടുക്കാൻ തുടങ്ങി. ഞാൻ കൊടുക്കുന്ന ഓരോ ഉപ്പിലും ഓരോ തേനിലും ഓരോ അത്ഭുത മാതാവ് എനിക്ക് കാണിച്ചു തരുന്നുണ്ട്. ഞാൻ കൊടുക്കണ ഓരോരുത്തരും അത് കൊടുത്തതിന് ശേഷം, നീ എനിക്കത് തന്നതിന് ശേഷം എനിക്കിങ്ങനെ ഒരു രോഗസൗഖ്യം കിട്ടിയെന്ന് ഓരോരുത്തരും എന്നോട് പറയാൻ തുടങ്ങി. ഒത്തിരി സഹനങ്ങളുടെ നടുവിലൂടെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോകുമ്പോൾ നിയോഗങ്ങളെല്ലാം ഇവിടെ എഴുതിയിട്ട് ഇട്ടിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ അതെല്ലാം എൻ്റെ പുറകെ വരും എന്നുള്ള ചിന്തയിലോട്ടാണ് ഞാൻ പോയത്. പക്ഷേ മാതാവ് ആ സഹനങ്ങളുടെ നടുവിൽ എന്നെ ഇവിടെ 8ാമത്തെ പുതുക്കലിന് നിർത്തുമ്പോൾ ഞാൻ ഇന്നൊരാവശ്യങ്ങളും എനിക്ക് എഴുതാറില്ല. ഞാൻ ഇങ്ങോട്ട് പോരുമ്പോൾ സാക്ഷ്യം പറയാൻ പോകണമെന്ന് പറയുമ്പോൾ, എന്ത് കിട്ടിയിട്ടാണ് നീ ഇങ്ങോട്ട് വന്നേക്കണമെന്ന് ചോദിക്കും. ഇന്ന് ഞാൻ ഒരാവശ്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കില്ല. ഇന്ന് എൻ്റെ കുഞ്ഞുങ്ങൾക്ക്, എനിക്ക് 2 പെൺകുട്ടികളാണ്, +2-നും ഒരെണ്ണം 7 വയസ്സായത്. ഈ 2 പേരെയും അപ്പുറം ഒരു വശത്തെ മാതാവിനെയും ഒരു വശത്ത് ഈശോനെയും കൊടുക്കാൻ വേണ്ടി ഈ കുഞ്ഞുങ്ങളെ ഞാൻ വിളിച്ചെണീപ്പിച്ചെന്ന് ഞാൻ പള്ളിയിൽ കൊണ്ടുപോകണു. ആദ്യമൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു കുഞ്ഞെണീക്കാനായിട്ട്. ഇന്ന് അവൾ എൻ്റെ കൂടെ പള്ളിയിൽ വരുന്നു. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. സമൃദ്ധമായ പുൽത്തകിടികളിൽ അവിടുന്ന് എന്നെ മേയ്ക്കും. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കും. സങ്കീർത്തനം 23:1-2 തിരുവചനങ്ങൾ അരുളി ചെയ്യുമ്പോൾ മഞ്ജു ജോസഫ് ഇവിടെ ഇന്ന് വന്ന് നിൽക്കുമ്പോൾ തനിക്ക് പ്രാർത്ഥനയിലുള്ള തൻ്റെ കുറവൊക്കെ മാറുന്നതും, അതുപോലെ എങ്ങനെയാണ് ഇന്ന് തൻ്റെ മക്കൾക്ക്, തനിക്കിന്നും സ്വന്തമായിട്ടൊരു വീടൊന്നുമില്ല, അതല്ല തൻ്റെ നിയോഗം, തൻ്റെ മക്കൾക്ക് ഈശോയെ കൊടുക്കുക, അതിനിന്ന് തനിക്ക് കഴിയുന്നുണ്ട്. താൻ അനുദിന ദിവ്യബലിയിൽ ഞായറാഴ്ച മാത്രം പോകുന്ന ഒരു മകളും മാത്രമായിരുന്നെങ്കിൽ ഇന്ന് വിശുദ്ധ ബലിയിൽ മക്കളെയും കൂട്ടി പോകുവാനായിട്ട് തനിക്ക് കഴിയുന്നു. അതുപോലെ തൻ്റെ ജീവിതത്തിൽ തനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാൻ, അവർക്ക് വേണ്ടിയിട്ട് താൻ കൊടുക്കുന്ന ഓരോ നേർച്ച വസ്തുക്കളിലൂടെയും അവർക്ക് കിട്ടുന്ന സൗഖ്യാനുഭവം, സമാധാനം, ഇതൊക്കെ ഇന്ന് തനിക്ക് താൻ തന്നെ ദൈവത്തെ കൊണ്ട് നിറയുന്ന അനുഭവമായിട്ട്, തന്നിലൂടെ ദൈവം പ്രവർത്തിക്കുന്ന ഒരു അനുഭവമായിട്ട് ഈ മകൾക്ക് അതൊക്കെ എടുക്കുവാനും അങ്ങനെ തൻ്റെ ജീവിതത്തിൽ സമാധാനവും സംതൃപ്തിയും ദൈവം നൽകുന്ന സന്തോഷവുമൊക്കെ അനുഭവിക്കുവാനും സാധിക്കുന്നു. തനിക്ക് അപകടത്തിൽ നിന്ന് തനിക്കും തൻ്റെ കുഞ്ഞിനും സംരക്ഷണം ലഭിച്ചതും, അതുപോലെ തനിക്കുണ്ടായിരുന്ന തൻ്റെ ചെവിയുടെ ഇൻഫെക്ഷൻ 1 വർഷത്തോളമായി നിൽക്കാതെ ഇൻഫെക്ഷനായിട്ടുണ്ടായിരുന്നതെല്ലാം മാറുന്നത്, 17 വർഷമായിട്ട് തനിക്കുണ്ടായിരുന്ന മറ്റൊരു അസ്വസ്ഥത, അത്
എങ്ങനെയാണ് അതിവിടെ വന്ന് അമ്മയോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പ്രോപ്പറായിട്ടുള്ള ഒരു ചികിത്സ എനിക്ക് വേണം, അത് അമ്മ തന്നെ കാണിക്കണമെന്ന് പറയുമ്പോൾ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നു. പിന്നീട് സർജറിയും അതിലൂടെ തനിക്ക് അതെന്തായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കാനൊക്കെ തനിക്ക് സാധിച്ചു. അങ്ങനെ തൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട അമ്മയെ തനിക്ക് വേണമെന്ന് താൻ അമ്മയോട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ എങ്ങനെയാണ് 3 വർഷം കഴിഞ്ഞിട്ടും തനിക്ക് നഷ്ടമാകാതെ തൻ്റെ പഴയ വീടിൻ്റെ ആ ചുറ്റുവട്ടത്ത് നിന്ന് തന്നെ തനിക്ക് കാശ് രൂപം ലഭിക്കുന്നു. അങ്ങനെ ഓരോ മക്കളുടെയും വിശ്വാസവും വിശ്വസ്തതയുമാണത്. അത് നമുക്കാർക്കും അതിലൊന്നും യാതൊന്നും പറയാൻ പറ്റില്ല. അവരാണ്, ഞാൻ എൻ്റെ കാശ് രൂപമാണ് അമ്മയോട് പ്രാർത്ഥിച്ചത്, അല്ലാതെ ആരുടെയെങ്കിലും കാശ് രൂപമല്ല എന്നൊക്കെ ഇവിടെ പറയുമ്പോൾ ഇതൊക്കെ നിസ്സാരമായിട്ട് ആർക്കെങ്കിലും തോന്നിയാൽ ആ കാശ് രൂപത്തിൻ്റെ വില അറിഞ്ഞവർ, അതിൻ്റെ മഹത്വം അറിഞ്ഞവർ, അവർക്ക് അതെന്നും ഏറ്റവും അമൂല്യമായ നിധി തന്നെയാണ്. അങ്ങനെ തന്നെയും തൻ്റെ കുടുംബത്തെയും സംരക്ഷിക്കുന്ന ദൈവകരങ്ങൾക്ക് കർത്താവാണ് ഇടയൻ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഈ മകളോടും കുടുംബത്തോടുമൊപ്പം നമുക്ക് കരങ്ങൾ ചേർക്കാം. കരങ്ങൾ അടിച്ച് ഈശോയെയും അമ്മയെയും നന്ദിയോടെ നമുക്ക് ഓർക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.